ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോട്ടിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ അതിന് കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നോർമലി ആ ടൈപ്പിൽ ഒരു 1 ലെയർ ആയിട്ടുള്ള ആ ഒരു ടൈപ്പല്ല. ഇത് അതിൻ്റെ ഒരു 6 ലെയർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. ഇത് ഈ ബോക്സൊക്കെ ഇങ്ങനെ കെട്ടി വരുന്ന ടൈപ്പാണ്. എന്നിട്ട് ഞാനത് ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, നമ്മൾ ആ ഫസ്റ്റിൽ ഒട്ടിക്കുന്ന ആ സ്ഥലത്ത്. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചിട്ടൊരു കയർ പോലെ പിരിച്ചിട്ടാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ ഒരു പിരിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു ഭംഗിയുണ്ട് ചെയ്യാനും. അപ്പോൾ ഈ പിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്ര സ്മൂത്തായിട്ട് അങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഭാഗം ഇങ്ങനെ പിരിച്ച് റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ നോർമലായിട്ട് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂട്ട് ത്രെഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരുപാടാണെങ്കിൽ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അപ്പോൾ അത് ഓറഞ്ചിൻ്റെ മുസമ്മിൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിരുന്നു. പക്ഷേ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം, ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളിത് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്നും ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ ചെരുവ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജൂട്ട് ത്രെഡ് ആണല്ലോ, അപ്പോൾ അതിനിങ്ങനെ ഒരു നാര് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഈ ഒരു ജൂട്ട് ത്രെഡ് കത്തിപ്പോവരുത്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ വേസ്റ്റ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് ബേൺ ചെയ്ത് കിട്ടിക്കോളൂ, ആ നാരൊക്കെ. നിങ്ങൾ ഇതിന് പകരം പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് അതുപോലെ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ ഒരു കുരുവാണ്. അപ്പം ഞാൻ ആ കുരുവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചെറിയൊരു കവർ പോലെയുള്ള തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ സാപ്ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സാപ്ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കുറച്ചധികം തന്നെ സീഡ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റെം ഉണ്ടാക്കി എടുക്കാനാണ്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തിട്ട് തിന്നായിട്ടൊന്ന് റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ട് ആ ഒരു പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കട്ടി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്യാവുന്ന സമയത്ത് നമ്മളൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ഒരു പെന്നിൻ്റെ റീഫിലോ അല്ലെങ്കിൽ ഈർക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ആക്രിലിക് കളർ തന്നെ ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മാക്സിമം ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുപാടൊന്നും നീറ്റ് ആവണമെന്നില്ല, കാരണം നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു സ്റ്റെമ്മും അതുപോലെ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡ്സൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ചാടിക്കുരുവാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജൂട്ടിൻ്റെ ത്രെഡൊക്കെ റോൾ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെമ്മൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കിതിന് പകരം ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും, കാരണം ടിഷ്യൂ പേപ്പർ അല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടിക്കോളും. നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന ആ ഒരു രീതിയിലല്ല, കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊമ്പും ജില്ലയൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഉണങ്ങിയ ചുള്ളിക്കൊമ്പൊക്കെ ഉണ്ടാവുമല്ലോ, ചെടിയുടെ ഒക്കെ ഉണങ്ങിയ കമ്പ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിനൊരു ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആ സ്റ്റെമ്മൊക്കെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ കാണാം ടിഷ്യൂ പേപ്പറിൻ്റെ. അപ്പോൾ ഞാനതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു പെയിൻറ്റ്. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. കാരണം നമ്മൾ ആ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജൂട്ട് ത്രെഡിലായി കഴിഞ്ഞാൽ വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ത്രെഡിലേക്ക് ആവാതെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക.
ഇപ്പം നമ്മൾ ആ ഒരു നല്ല ഭംഗിയുള്ള ആ ഒരു സ്റ്റെമ്മൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിന് പകരമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡേറ്റ്സിൻ്റെ സീഡ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അതിന് ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ നല്ലത്. ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അത് സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ. ഡേറ്റ്സിൻ്റെ സീഡിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഭാഗം മേലോട്ട് കാണുന്ന രീതിയിൽ, അതുപോലെ ആ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പുറത്തോട്ടാകുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ ഒരുപാട് അടുത്തടുത്ത് ഒട്ടിക്കേണ്ട, കുറച്ചിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ ഈ ഒരു സ്റ്റമ്മിൽ ഒരു 8 സീഡ്സാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ 2-3 എണ്ണം ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ 1-2 ലീഫൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഞാൻ ഡേറ്റ്സിൻ്റെ സീഡ് മാത്രമേ യൂസ് ചെയ്ത് നല്ലൊരു ബോട്ടിലായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഗ്ലാസ് ബോട്ടിലിന് പകരം മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നല്ലൊരു വർക്കാണ്, പക്ഷേ ഗ്ലാസ് ബോട്ടിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മഞ്ചാടിക്കുരു വേണം ഒന്ന് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ചാടിക്കുരു നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന പോലെയല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ മഞ്ചാടിക്കുരു ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ പരത്തി ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗം ഒന്നിങ്ങനെ പരത്തി ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നേരത്തെ ഒട്ടിച്ചതിൻ്റെ ഫുള്ളായിട്ടല്ല, ഒരു നടുക്ക് ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ബണ്ടിലായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുപോലെ കിട്ടും. ഒരു ചെറീൻ്റെ ഒക്കെ ഒരു ബണ്ടിലുണ്ടാവില്ല, അതുപോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ബണ്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിനി അതുപോലെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് 20 റുപ്പീസാണ് ആ ഒരു ട്യൂബിന് റേറ്റ്. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. അല്ലാതെ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മഞ്ചാടിക്കുരൊക്കെ സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ ഒരുപാട് പാടാണ്. ഈ ഒരു ഗ്രീനും ബ്രൗണും വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്റ്റമ്മും ലീഫും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു റെഡ് കളറും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ജൂട്ട് ത്രെഡ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു ഭംഗിയെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ജൂട്ട് ത്രെഡ് അല്ലാതെ നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് ബോട്ടിലിന് ഏതെങ്കിലും പെയിൻറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു ലുക്കുള്ളത് ഇങ്ങനെ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടാണെന്ന്. ഈ സൈഡിൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പരത്തി ഫുള്ളായിട്ട് മഞ്ചാടിക്കുരു ഒട്ടിച്ചതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് ചെരിച്ചിട്ടോ പരത്തിയോ അങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അവസാനം ആ ഒരു മഞ്ചാടിക്കുരു സ്റ്റമ്മിൻ്റെ ആ ഒരു ടിപ്പിൽ വരെ ഒട്ടിക്കാൻ നോക്കുക. അപ്പോഴാണ് കറക്റ്റ് സ്റ്റമ്മെന്ന് ഇങ്ങനെ ഫ്രൂട്ട് ഉണ്ടായ പോലെ ആ ലീഫൊക്കെ കൂടി ഒന്ന് മാച്ച് ആകുന്ന രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിൽ സീഡ്സൊക്കെ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്രീനും റെഡും ബ്രൗണും കൂടെ നല്ലൊരു കോമ്പിനേഷനില്ല, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു മഞ്ചാടിക്കുരാണ് ഇതിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളത്. നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ബണ്ടിൽ പോലെ തന്നെയുണ്ട്. അപ്പം ഞാൻ ഈ നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇത് മോളെ ഒരു പഴയ ഉടുപ്പെന്ന് ഞാനൊന്നിങ്ങനെ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് പകരം സാറ്റിൻ്റെ റിബൺസൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു മാച്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോ പോലെ ഇങ്ങനെ കെട്ടി നോക്കിയപ്പോൾ അത്രയ്ക്ക് ലെങ്ത്ത് ഇല്ല. അപ്പോൾ ജസ്റ്റ് ബോനെ പോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ഞാനിങ്ങനെ 2 മഞ്ചാടിക്കുരു ഒന്നിങ്ങനെ ഒട്ടിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയ പോലെ തോന്നി. അങ്ങനെ ഞാനത് പറിച്ച് കളഞ്ഞു. പിന്നെ ആ ഒരു ബോൻ്റെ നടുക്കൊന്ന് ഞാൻ ഒട്ടിച്ച് നോക്കി. പിന്നെ എനിക്ക് അതും ഇഷ്ടമായില്ല, ഞാൻ അതും പറിച്ച് കളഞ്ഞു. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഭംഗിയെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ആ ഒരു മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആ ഒരു വള്ളിയൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ലീവ്സൊക്കെ ഉണ്ടായി നല്ല രസമുണ്ട്. ഞാനിതുപോലെ സീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ബോട്ടിൽസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇതാണ്. പിന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ബോട്ടിൽ. അതൊരു 7 മാസത്തോളമായി, ജാനുവരിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ടുള്ളൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പല ടൈപ്പിൽ ഇങ്ങനെ മഞ്ചാടിക്കുരുവിൻ്റെ കാണുന്നുണ്ട്. ഇത് ഞാൻ ഡെക്കോ പേജ് ടിഷ്യൂ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ മഞ്ചാടിക്കുരു ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ അതിപ്പോൾ കുറച്ചൊക്കെ ഇളകി പോയിട്ടുണ്ട്, കുറേ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വാർണിഷ് അടിച്ച് കൊടുക്കണം. ഇത് വുഡ് വാർണിഷാണ്. 200 ml 74 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമുക്കിതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഒരു സീഡ്സിലും അതുപോലെ ആ ഒരു തണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ അവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ പൂപ്പലൊക്കെ അടിക്കാതെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.
എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാസിയ, ഷസ്ന, അഫ്സിൻ, സിയു, 8th പഠിക്കുന്ന അനു, ഖാദർ നാജി, അഫ്ര, പിന്നെ 7th പഠിക്കുന്ന ലിയാന സഹ്റ, പിന്നെ മുഹമ്മദ് റിസീൻ, 5th പഠിക്കുന്ന ഫാത്തിമ സൻഹ, മുബാറക് മോസിൻ, 5th പഠിക്കുന്ന റംസീന, പിന്നെ റിഷ്ബ ഫാത്തിമ, 8th പഠിക്കുന്ന മാജിദ, 8th പഠിക്കുന്ന ജിൽഷ, 8th പഠിക്കുന്ന ഗൗരി അനിൽ, പിന്നെ 3rd പഠിക്കുന്ന ഗൗതം അനിൽ, പിന്നെ 5th പഠിക്കുന്ന അദ്വൈത് പിള്ള, പിന്നെ 1st സ്റ്റാൻഡേർഡ് പഠിക്കുന്ന അശ്വിന്ത്, പിന്നെ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ശരത് നാഥ്, ലുലു ഫാത്തിമ, 7th പഠിക്കുന്ന നജ, റസ്മിയ, ദിൽന, 7th പഠിക്കുന്ന സുധീർ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വാർണിഷ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വാർണിഷിൻ്റെ അടിച്ചിട്ടുള്ള ഒരു ബ്രഷ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ ബ്രഷ് പിന്നെ ചീത്തയായി പോകും, ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ടിന്നറിലോ ഇട്ട് വെക്കുക. അതും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സോപ്പിൻ്റെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. വാർണിഷ് അടിച്ച ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ മഞ്ചാടിക്കുരു അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ സീഡ്സൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യല്ലോ.